ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്നും അർജുൻ്റെ ലോറി കണ്ടെത്തി. ലോറി പുഴയിൽ നിന്നും ഡ്രഡ്ജർ വഴി ഉയർത്തി ക്യാബിനുള്ളിൽ നിന്നും അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തെടുത്തു. ലോറി തൻ്റേത് തന്നെയെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. കാണാതായി 72 ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുൻ ഓടിച്ച ട്രക്ക് കണ്ടെത്തിയത്. DNA പരിശോധനയ്ക്ക് വേണ്ട സജ്ജീകരണം ഏർപ്പെടുത്തുമെന്നും 2 ദിവസങ്ങൾക്കകം ഫലം ലഭ്യമാകുമെന്നും ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പ്രതികരിച്ചു. അതോടൊപ്പം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കും. വിവരങ്ങൾ സിജു കണ്ണൻ നൽകും. സിജു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഗംഗാവാലി പുഴയിൽ നിന്ന് ഡ്രഡ്ജറിൽ ഉപയോഗിച്ച് വാഹനം പുറത്തെടുത്തത്. അപ്പോൾ തന്നെ അത് അർജുനന്റെ ഓടിച്ചിരുന്ന വാഹനമാണെന്ന് സ്ഥിരീകരിച്ചു. വാഹനത്തിനകത്ത് നിന്ന് തകർന്നു കിടക്കുന്ന ക്യാബിനകത്ത് നിന്ന് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്കെടുത്തു. അപ്പോൾ മൃതദേഹം കാർവാറിലെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ആശുപത്രിയിലാണുള്ളത്. തുടർ നടപടികൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് മൃതദേഹം കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയുൾപ്പെടെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും. അതോടൊപ്പം DNA പരിശോധന പൂർത്തിയാക്കും. നേരത്തെ തന്നെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. DNA പരിശോധന അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് പുഴയിൽ നിന്ന് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നാളെയും തുടരും. ഇന്ന് വൈകുന്നേരം പുഴയിൽ നിന്ന് ഇത് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി 2 ക്രെയിനുകൾ അവിടെ എത്തിച്ചിരുന്നു. 2 ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ 2 തവണയും ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വെളിച്ചക്കുറവും അതോടൊപ്പം തന്നെ രാത്രി ആയതിനാലും ഈ ശ്രമം നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നാളെ ലോറി കരയിലേക്ക് എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തും. ഇന്ന് രാവിലെ CP2 എന്ന നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ CP2 ആയി അടയാളപ്പെടുത്തിയ ലോഹസാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുന്നതിനിടെയാണ് ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 4 ദിവസം നടത്തിയ പരിശോധനയിലും എല്ലാവരും നിരാശരായിരുന്നു. അർജുന്റെ ട്രക്കിന്റെ ഒരു വിവരവും ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഈ ഭാഗത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തുമ്പോൾ അതിനൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുമ്പോഴാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത്. 11:45 ഈ കണ്ടെത്തിയ ലോഹഭാഗം ക്രെയിൻ ഉപയോഗിച്ച് ബന്ധിച്ചു. അതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഇത് ക്രെയിൻ ജില്ലാ ഭരണകൂടത്തിന്റെ അധികൃതർ, അത് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയപ്പോഴാണ് ഇത് ഉയർത്തിയത്. അപ്പോൾ തന്നെ അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞു. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുനെ കുറിച്ചും അർജുന്റെ ട്രക്കിനെ കുറിച്ചുമുള്ള വിവരം ലഭിക്കുകയും അത് പുറത്തെടുക്കാനും സാധിച്ചത്. ജൂലൈ 16 നടന്ന അപകടത്തിന് ശേഷം വലിയ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ, തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിനെ തുടർന്ന് 3 ഘട്ടങ്ങളിലായി നടന്ന ദൗത്യത്തിനൊടുവിലാണ് അർജുന്റെ ട്രക്കും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. യെസ്, സിജു കണ്ണനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.